എന്ത് വേണേലും ചെയ്തു ഹാപ്പി. എന്തായാലും ഞാൻ തന്നെ ജയിക്കും. ചീറ്റിംഗ് ചീറ്റിംഗ് ചീറ്റിംഗ്. നീ ചീറ്റ് ചെയ്തു ഹാപ്പി. എന്ത് ചീറ്റിംഗ്? സെയിൽ സെയിൽ സെയിൽ. ഈ വർഷത്തെ ഏറ്റവും വലിയ സെയിലാണ്. വരൂ കുട്ടികളെ, നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. സാരീസ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്. പക്ഷേ ആന്റി, ഞങ്ങൾ അവിടെ എന്ത് ചെയ്യാനാ? അത് തന്നെ, എന്ത് ചെയ്യാനാ? ഷോപ്പിംഗ് ബാഗ് പിടിക്കാം, അല്ലാതെന്താ? അതിനെന്താ? ഓ വരൂ വരൂ, നമുക്ക് റെഡിയാകാം. അല്ലെങ്കിൽ സെയില് കഴിഞ്ഞു പോയാലോ? എന്റെ ആന്റി ഒന്ന് കുറച്ച് മാറി. കുറച്ച് സ്ഥലത്തല്ലേ ഇരിക്കുന്നത്. അയ്യോ ആന്റി, താഴെ ഇറങ്ങൂ. കൊള്ളാലോ, ഇത്രയധികം സെയിലോ? എല്ലാ ഷോപ്പിലും സെയിലാണല്ലോ. എവിടെ നിന്ന്? എന്ത് ചെയ്യും? ഗ്രോസറിക്ക് 60% ഓഫ്. ഏറ്റവും ആദ്യം വീട്ടിലേക്കുള്ള പ്രൊവിഷൻസ് വാങ്ങാം. അയ്യോ ആന്റി, അങ്ങനെ ഷോപ്പിങ്ങിന് റെഡിയായി. ഹാപ്പി, ഞാൻ കണ്ടത് തന്നെയാണോ നീയും കണ്ടത്? അതെ. ഈ ആന്റി ഇത് എന്താ ചെയ്യുന്നേ? ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഇത്ര കഷ്ടപ്പെട്ടു. ഓട്ടോറിക്ഷ പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് പറന്ന് ഇങ്ങനെ വന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു. ആന്റിയുടെ മേലൊരു കണ്ണ് എപ്പോഴും വേണം. ഓക്കേ. അയ്യോ, ഈ ഭൂതങ്ങൾ ഒരിക്കലും നന്നാവില്ല. കൊള്ളാമല്ലോ, ഇത്രയധികം സാധനങ്ങളോ? പാവയ്ക്കയുടെ ഹൽവയിൽ ഏത്തക്കയാണ് ചേരുന്നത്. പഞ്ചസാര. ഇനി ഇത് എടുക്കാം. ഈ ബോറിംഗ് ജോലി ഞാൻ എന്തിനു ചെയ്യണം? ഞാനൊരു ഭൂതമായിട്ട് എന്താണ് പ്രയോജനം? ആ ഡ്രസ് വാങ്ങണ്ടേ? ഈ വീട്ടു സാധനങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ തീരും. എന്റെ ജോലി ട്രോൾ ചെയ്യും. ഇതെന്താ സംഭവിക്കുന്നത്? അയ്യോ, ഓടിക്കോ. ഇതെന്താ? എങ്ങനെങ്കിലും നിർത്തോ. ഈ ആന്റി ഇന്ന് മാള് മുഴുവൻ വിറപ്പിക്കുകയാണ്. ഞാൻ പോയി ആ ട്രോളിയെ പിടിച്ചു നടക്കാം. അപ്പാർക്ക് സംശയം തോന്നില്ലല്ലോ. നീ വേഗം പോയി ആന്റിയെ മാജിക് ചെയ്യുന്നതിൽ നിന്ന് തടയേ. വേഗത്തില്ല. പിന്നെ നോക്ക്, മനുഷ്യനായി തന്നെ പോണേ, ഭൂതമായിട്ടല്ല. ഈ ട്രോളിയെ കൊണ്ട് തോറ്റു. വേഗം എന്തെങ്കിലും ചെയ്യാം. കാണുന്നില്ലല്ലോ. ആന്റി എവിടെ പോയി? അയ്യോ, ഈ ബാഗുകൾ എങ്ങനെ സ്വയം നടക്കുന്നത്? ഇതെന്താ ഈ സംഭവിക്കുന്നത്? ഈ ആന്റിയുടെ ഒരു കാര്യം ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ്. രക്ഷപ്പെട്ടു. ഈ ആന്റി പിന്നെ ഇത് എവിടെ പോയി? അതേ പോന്നു. ആന്റി നിൽക്കൂ. എവിടെയാണ് ആന്റി? ഇതെന്ത് മ്യൂസിക്കാ? ഇപ്പോൾ തന്നെ മാറ്റാം. എന്റെ ദൈവമേ, ആന്റി ഇന്ന് പണി തരുന്നുവെന്നാ തോന്നിയത്. എത്ര നല്ല ഡ്രസ്സാണ്. വീണ്ടും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. വേഗം പോയി ട്രൈ ചെയ്ത് നോക്കാം. ട്രയൽ റൂം അവിടെയുണ്ട്. ഇതെന്നെ ഇത്ര തിരക്കോ? ഇത്ര വലിയ ക്യൂവോ? എല്ലാവർക്കും ഇന്ന് തന്നെ വാങ്ങണമായിരുന്നോ? എന്ത് ചെയ്യും? ഐഡിയ. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഡ്രസ് നന്നായി ഇണങ്ങുന്നുണ്ട്. ആദ്യത്തെ തന്നെയായിരുന്നു നല്ലത്. ഡ്രസ് എങ്ങനെയാ മാറിയത്? വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇതെന്താ ജീൻസും ടീഷർട്ടും? ഈ ഗാഗ്രച്ചോളി തോന്നുന്നു. മാനേജർ സാർ, ഇതൊന്ന് നോക്കിക്കേ.
എന്തു നോക്കാൻ? എന്റെ ഡ്രസ് അത് ധരിച്ചിട്ടുണ്ടല്ലോ. ഇനി എന്താ നിനക്ക് ലേഡീസിന്റെ ഡ്രസ് ധരിക്കണോ? അയ്യോ, ഇത് തിരിച്ചങ്ങനെ വന്ന. അയ്യോ, ഹാപ്പി ആന്റി എവിടെ? ആ ദേ നോക്ക്. എന്ത് പറ്റി നിനക്ക്? എഴുന്നേക്ക്. എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഞാൻ പോട്ടെ. മാഡം ബിൽ. അതെ അങ്കിൾ, ഒന്ന് നിൽക്കൂ. ഇതാ പൈസ. പൈസ കിട്ടിയല്ലോ. ഷോപ്പിംഗ് അസിസ്റ്റന്റിനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എത്ര സഹായമായേനെ. ഇവളെ തന്നെ അസിസ്റ്റന്റ് ആക്കാം. പെർഫെക്റ്റ്. ഞാനാണ് ഏറ്റവും ബലശാലി. ഞാൻ ലോകത്തെ സംരക്ഷിക്കാനാണ് വന്നത്. എന്റെ ഷോപ്പിംഗ് ബാഗുകൾ സംരക്ഷിക്കൂ. വരൂ എന്റെ കൂടെ. വെൽക്കം ടു ഹോണ്ടഡ് ഹൗസ്. ചേട്ടാ, ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കൂ. അപ്പോൾ അറിയാം യഥാർത്ഥ ഹോണ്ടഡ് ഹൗസ് എന്താണെന്ന്. ഹൗസ്, ഹോണ്ടഡ് ഹൗസ്. പവർമാൻ. ഈ പ്രാവശ്യത്തെ ഷോപ്പിംഗിൽ ആന്റി നല്ല പണിയാ തന്നോണ്ടിരിക്കുന്നത്. ഇനി ആന്റിയെ തടഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഐസ്ക്രീം. നീ ഇവിടെ നിൽക്കൂ. ഞാനാണ് ഏറ്റവും ബലശാലി. ഞാൻ വന്നത് ലോകത്തെ സംരക്ഷിക്കാനാണ്. ഐസ്ക്രീം. ഇപ്പോഴാണ് മനസ്സൊന്ന് തണുത്തത്. ഓ മൈ ഗോഡ്, പവർ വുമൻ. മമ്മി ദേ നോക്ക്. ഞാനിവിടെ ഉണ്ട്. തിരിഞ്ഞു നോക്ക്. ഈ കുട്ടികളെ കൂടെ നിൽക്കുമ്പോ ആന്റി എങ്ങനെ ഇറങ്ങി വരും? അതൊരു വലിയ കഥയാണ് മോനെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്ത് ചെയ്യും? ഐഡിയ. പവർഫുമന്റെ മാനിക്യൂനൊക്കെ ജീവൻ കൊടുക്കാമെങ്കിൽ പിന്നെ ബാക്കി മാനിക്യൂന് കൊടുത്താലെന്താ? എന്താ ഹാപ്പി? നിനക്കൊല്ലോ മനസ്സിലായോ? ക്യാപ്റ്റൻ. നേരെ നോക്കി നടക്കും. അങ്ങോട്ട്. അയ്യോ, ഇതെന്താ? ആനിക്കൻ. നല്ല ക്യാപ്പാണല്ലോ. ഈ കണ്ടെയ്നർ ഇതെന്താ കാണിക്കുന്നത്? അയ്യോ, ഇതെന്താണ് സംഭവിക്കുന്നത്? ആന്റി പോകാം. വാ. രക്ഷപ്പെട്ടു. ഒരു മിനിറ്റ്, ബാഗ് ഒന്ന് എടുക്കട്ടെ. ഞാനാണ് ഏറ്റവും ബലശാലി. ഞാൻ ലോകത്തെ സംരക്ഷിക്കാനാണ് വന്നത്. ഹാപ്പി, പെട്ടെന്ന് തന്നെ മാനിക്യൂൻസിനെല്ലാം ഫ്രീസ് ചെയ്യൂ. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? Everybody freeze. എവിടെയാണ് ഭൂതം? ആരും ഇറങ്ങി പോരുത്. ആന്റി, എല്ലാവരുടെയും മെമ്മറി മായ്ച്ചു കളയൂ. അതിനുശേഷം ഒരു മാജിക്കും വേണ്ട, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. പോലീസ് അങ്കിൾ, ഇവരൊന്നും അനങ്ങാൻ പോകുന്നില്ല. ഇവരോടാണോ അങ്കിൾ ഫ്രീസിംഗ് പറഞ്ഞത്? ഇവരെല്ലാം വെറും മാനിക്യൂൻസ് ആണ്. ആ ദേ ഇത് കണ്ടോ? ഞങ്ങൾക്ക് മാളിൽ ഭൂതമുണ്ടെന്ന് കംപ്ലൈന്റ് കിട്ടിയല്ലോ. ഭൂതമോ? ഇവിടെ അങ്ങ് ഭൂതം പ്രേതമൊന്നും ഇല്ലെന്നേ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആരോ ഞങ്ങളെ കളിപ്പിച്ചതാണെന്ന്. അവനെ ഞാൻ വെറുതെ വിടില്ലോ. വരൂ. അല്ല ഇവിടെ ഇവിടെ ഹലോ,
ഹലോ രക്ഷപ്പെട്ടേ. ഒരു മിനിറ്റ് അങ്ങ് പോയാലോ? ആരാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത്? ഹോ, രക്ഷപ്പെട്ടല്ലോ. ഇന്ന് ഭൂതത്തിന്റെ മാജിക്കാണ് നമ്മളെ ബുദ്ധിമുട്ടിച്ചത്, നമ്മളെ രക്ഷപ്പെടുത്തിയതും. ആ, നല്ല രസമായിരുന്നു. അടുത്ത സൺഡേ വീണ്ടും ഷോപ്പിങ്ങിന് വരാം. എന്താ കുട്ടി? ഹാ? ആ, ഈ ഹാപ്പി എവിടെ പോയി? ആ, സാരമില്ല, അവനില്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടുപേർക്ക് ഷോപ്പിങ്ങിന് വരാം. ഹാ ആന്റി, ആ ഭൂത് എവിടെ പോയി?